ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാ. ഹാ, എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി പ്രിയ? ഒരു ടയർഡായിട്ടുണ്ടല്ലോ. ഇല്ലടി, എനിക്ക് മാരേജ്. എന്ത് പ്രിയ? ഷോക്കായിട്ട് അനു ഷോക്കായി ജനിച്ചു. എന്ത് പറഞ്ഞ മാരേജാ? അതടി മാരേജ്. അത് മാരേജ് പറഞ്ഞ വേറെ ആരും കൂടെ ഇല്ല. നിന്റെ ആൻറ്റിക്ക് എന്താ പ്രശ്നമോ? അങ്കിള് ആൻറ്റി എടി, അതടി പ്രശ്നം എന്താ അറിയില്ലടി. എനിക്ക് അത് ഇപ്പോൾ വീട്ടിലത്തെ കാരണവരെ നോക്കുന്നത് ഞാനാ. കഷ്ടപ്പെട്ട് എൻ്റെ അനിയന്മാരെ ഞാൻ നോക്കുന്നതാണ്. ഇവിടെ പയറ് ഇതെല്ലാം വിറ്റ് ഞാൻ നോക്കിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ കാരണം അവർ പണം അവർ എൻ്റെ അമ്മ അച്ഛനമ്മ പോയപ്പോൾ അവർ നോക്കില്ല. ഞാൻ എൻ്റെ അനിയന്മാരും നോക്കുന്നതാണ്. കുറച്ച് സിറ്റി കുറച്ച് ഗ്രാമത്തിൽ വന്നതാണ്. ഞാൻ കുറച്ച് സിറ്റിയിൽ ജോലി ചെയ്ത് പഠിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് പഠിച്ച് ഗ്രാജുവേറ്റായി. ഇനി എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ, ഞാൻ ജോലിക്ക് പോവാം. ഇത് കേട്ട് ഫ്രണ്ട് കീർത്തിക്ക് ഷോക്കായിരുന്നു. മച്ചി എന്താ പ്രിയ ഇങ്ങനെ നീ പറയണേ? പിന്നെ എന്തടി ഞാൻ ചെയ്യുക? ഈ അങ്കിൾ ആൻറ്റി നിങ്ങൾക്ക് ഡയറക്റ്റ് മാരേജ് ചെയ്യിപ്പിക്കാം. അവനൊരു കിളവ് ബോർഡ് എന്ത് പറഞ്ഞ കിളവാണോ? അതടി. അങ്ങനെയായിട്ട് ഫ്രണ്ട് നടന്ന കാര്യം ഹീറോയി പറയായിരുന്നു. എൻ്റെ കുറച്ച് ജാഗമുണ്ട്. അത് അവർക്ക് വേണമല്ലോടി. അതുകൊണ്ട് എന്നെ മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഡീൽ ചെയ്തിരുന്നു. ഈ പ്ലേസ് അവർക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിനോട് പറയാനും മച്ചി ഒരു കാര്യം പറയാനുണ്ട്. ഇതിട്ട് ഷോക്ക് ചെയ്ത ഫ്രണ്ട്. ഈ പ്ലേസ് ഞാൻ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. എന്ത് വിറ്റ് കഴിഞ്ഞു? അതടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് എൻ്റെ പ്ലേസ് അല്ല, ഇത് ഒരാൾക്ക് കൊടുത്തായിരുന്നു. ആരൊക്കെടി? ഇതാ അവിടെ വരുന്ന കാണുന്നില്ലേ എടി, ഇതാ ഇന്ത്യ ഗേളല്ലേ? അതെ, ഇന്ത്യ. ഒരു ഫുൾ ഇന്ത്യയാണ്. ഇവർക്ക് കുറച്ച് ജാഗ വേണമായിരുന്നു. പിന്നെ എൻ്റെ വീട് പറഞ്ഞാൽ മച്ചി എൻ്റെ വീട്. അതടി എൻ്റെ വീട് അവർക്ക് വിറ്റ് കളഞ്ഞു. ഈ ഫുൾ പ്ലേസ് വിറ്റ്. പിന്നെ അവർ കുറച്ച് ജാഗ നോക്കിയായിരുന്നു. എൻ്റെ പ്ലേസ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ ഇതിൽ കുറച്ച് പ്ലേസ് പറഞ്ഞ് ഇവർക്ക് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് അവർ ഇന്ത്യ പറഞ്ഞായിരുന്നു താങ്ക്സ് എന്ന് അവരോട് നന്ദിയെന്ന് പറഞ്ഞ ഹീറോയെ അവിടുന്ന് വിറ്റ് അവിടുന്ന് പോയിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു ബായ്. ഞാൻ അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ഡേയ്സ് അങ്ങനെ മാരേജായിരുന്നു. രാത്രി എല്ലാവരും മൈലാഞ്ചിയിലും ഒക്കെ ആയിരുന്നു. ഹീറോയ്ക്ക് ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു. കീർത്തി പറഞ്ഞു എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാവർക്കും ഫുഡ് കഴിക്കും. കീർത്തിയാണ് ഒരാളോട് വിളിച്ച് പറഞ്ഞു അയാൾ കുറച്ച് പണം കൊടുത്ത് എല്ലാവർക്കും ഫുഡ്. റോസി ഒരു ഗെട്ടപ്പിട്ട് ഒരു ബോയ് വരെ ഗെട്ടപ്പിട്ട് മാസ്ക് ഇട്ട് വന്ന് വോയിസ് ചേഞ്ച് ആക്കിയിട്ട് ഇത് നീ കളിക്കണം പറഞ്ഞതിന്. അങ്ങനെയായിട്ട് അവർ പണം കൊടുത്തതും കൊണ്ട് അവർക്ക് അറിഞ്ഞില്ല ഇതാരെന്ന്. അങ്ങനെ അവർ നമ്പിയിട്ട് കളിക്കുകയായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ കയറുകയാണ്. ഫുഡ് കഴിച്ച് എല്ലാവരും പറയുമായിരുന്നു. ഹീറോയി മാത്രം ഫുഡ് കഴിച്ചില്ലായിരുന്നു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ശരി സാറില്ല, നീ കുടിച്ചില്ല എന്താക്കണോ? അങ്ങനെ എല്ലാവരും കഴിച്ച് അവർ ബോധം കെട്ടുപോയി. ഹീറോയി ശരി ഇതാണ് പ്ലാൻ എന്ന് ഹീറോയി പ്ലാൻ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് മുങ്ങി. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞ് മരിച്ച്. ഇപ്പോൾ ഹീറോയി ഡൽഹിക്ക് എത്തി. ഡൽഹിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡൽഹിക്ക് എത്തി. ഹീറോയി അവിടെ ഇരുന്നു. അങ്ങനെ ഫ്രണ്ട് പറയുന്നുണ്ട് മച്ചി നീ ഓർത്തി പോകണ്ട, എനിക്ക് അവിടെ ജോബ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് അപ്ലൈ ചെയ്ത് നീ ഓൾറെഡി അപ്ലൈ ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ജോബ് കിട്ടി. എനിക്ക് സർപ്രൈസായിട്ട് പറയാൻ വെച്ച് പോയി. നീ ഇപ്പോൾ പോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് വിളിച്ചായിരുന്നു. അങ്ങനെ രണ്ടുപേരും പാക്ക് ചെയ്ത് കീർത്തിയും പ്രിയവും പാക്ക് ചെയ്ത് അങ്ങനെയായിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് വരുന്ന നമ്പർ പറഞ്ഞായിരുന്നു. ഫ്ലൈറ്റ് നമ്പർ ഇങ്ങനെ പോകുന്ന ഫ്ലൈറ്റ്. അങ്ങനെ ഹീറോ ഓടിപ്പോയി ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. അങ്ങനെ ആകാശത്തിൽ പറക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പം നമുക്ക് നോക്കാം ഹീറോയ്ക്ക് മാരേജ്. മുത്തുപ്പാണ്ഡെ എന്താ മാം? മുത്തുപ്പാണ്ഡ്യൻ്റെ വൈഫ് എവിടെ? ഇപ്പോൾ വരും. മുത്തുപ്പാണ്ഡ്യ വൈഫിനെ വിളിച്ചു. നീ അവൾ റെഡിയാക്ക്. കല്യാണ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുക. അങ്ങനെയായിട്ട് ആൻറ്റി പോയി ഇങ്ങനെ എല്ലാം റെഡിയാക്കുക. അങ്ങനെ വാതിൽ ടപ്പ് തട്ട. വാതിൽ തുറന്നു. ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ബാത്റൂം വിളിക്കും. ഇങ്ങനെ കുറേ നേരം കാത്തു വിളിച്ചു. തുറന്ന് നോക്കുമ്പോൾ ബാത്റൂമില്ല. ഇങ്ങനെ മുത്തുപ്പാണ്ഡ്യനെ വിളിച്ചു. ഇവിടെ ആളില്ല. ഇങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. എന്നിട്ട് മുത്തുപ്പാണ്ഡ്യൻ മാം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട് ഫുറട്ട് തേടി. അങ്ങനെയൊക്കെ മാരേജ് നടക്കുമ്പോൾ അത് പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞെന്ന്. പെണ്ണിനെ കാണുന്നില്ല എന്ന് അവരെല്ലാം പറയുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് ഇവർ ചോർച്ച സെറ്റാക്കില്ലാന്ന്. പെണ്ണും ആരെ കൂടെ ഓടിപ്പോയതിരിക്കൂ അങ്ങനെയൊക്കെ പറയുന്നത്. അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ അവിടുത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന കിളവ് വെച്ച് പറയുന്നുണ്ടെങ്കിൽ എന്താടാ എവിടെ പെണ്ണ്? അങ്ങനെയായിട്ട് കിളവൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞു? 49 വയസ്സായി.
നെക്സ്റ്റ് 50 നടക്കാൻ പോകുന്നതാണ്. 49 വയസ്സായി. അവർക്ക് കല്യാണം കഴിപ്പിക്കുക. ചെറിയ കുട്ടീനെ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു? അങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞത് അങ്ങനെ വഴക്കുണ്ടാക്കിയായിരുന്നു. വേറെ വഴിയിൽ അവർ വഴക്കോട്ട് നിങ്ങൾ എനിക്ക് പണം തരുന്നു എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവിടുന്ന് കളവ് പോയിരുന്നു. വിടില്ല എന്ന് അങ്ങനെ വാശി പിടിച്ച് അവർ അവിടുന്ന് പോയി. അങ്ങനെയായിട്ട് ഹീറോയിനെ എങ്ങനെ അവർ കണ്ടുപിടിക്കുക? ഫുൾ പ്ലേസ് തേടാൻ തുടങ്ങി. അങ്ങനെ റെയിൽ സ്റ്റേഷൻ മൊത്തം തേടാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ അവർക്ക് പോയി. അത്ര ഹീറോയിന്മാരുടെ എയർപോർട്ടിലേക്ക് അവർ പോകില്ല. അവർക്കൊരു ലാഭമില്ലായിരുന്നു. ഹീറോ എയർപോർട്ടിലേക്കാണ് പോയത്. അവളെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് അവർക്കൊരു വിചാരം. ഹീറോയെ ഓൾറെഡി ജോലി ചെയ്തു. എങ്ങനെ അവർ ട്രെയിനിലായിരിക്കും ദൂരെ പോകാലെന്ന് അവർ ഒരു നമ്പിക്ക. അങ്ങനെ ഫുൾ പ്ലേസ് ട്രെയിൻ പ്ലേസ് മൊത്തം തടി ഹീറോയിൻ കണ്ടുപിടിക്കാൻ. ഹീറോയിൻ ഇങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞ് കൊറിയക്ക് എത്തി. ഹീറോയ്ക്ക് സമാധാനമായി. ശരി, ഓക്കെ. ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു. ഫ്രണ്ടിൻ്റെ മോം ഡാഡി പറഞ്ഞു അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെയായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ഇങ്ങനെ ജോലിയായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ അവർക്ക് എത്തി കമ്പനിക്ക്. അവർ ഒരു വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹീറോയ്ക്ക് വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഹോട്ടലാണ്, ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റ് കിട്ടി. ഹീറോയും അവിടെ കമ്പനി ജോയിൻ ചെയ്തു. ഹീറോയ്ക്ക് കമ്പനിക്ക് ഇന്ന് ഫസ്റ്റ് ഒരു ഫ്രണ്ടിനോട് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കമ്പനിക്ക് പോയി. വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഹീറോയിൻ. അങ്ങനെ കമ്പനിയിലൊക്കെ തോന്നി എല്ലാവരും ഹീറോയിൻ്റെ വ്യത്യാസമായിട്ട് നോക്കുകയാണ്. ലോങ് ഹെയർ, നല്ല ക്യൂട്ട് ഗേളാണ്. എല്ലാവർക്കും കണ്ട് വാവ് ഇത് എന്താ ഡ്രസ്സ് ഇതെന്ന് പറയായിരുന്നു. അങ്ങനെ ബോസ് വരുന്നു എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ബോസ്, ഗുഡ് മോർണിംഗ് എന്ന് വി ഇങ്ങനെ സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. വി ഇങ്ങനെ പോകുമ്പോൾ വി ഇങ്ങനെ പോയത് വിക്ക് സ്റ്റണ്ണായി പോയി. എന്താ ഇങ്ങനെ വി യഥാർത്ഥത്തിൽ ഇങ്ങനെ പുറകിൽ തിരിഞ്ഞു നോക്കാൻ വിക്ക് മനസ്സുള്ള ബട്ടർഫ്ലൈ പുറക്കാൻ തുടങ്ങി. അയ്യോ ഇവൾ ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇവൾ സിംഗിളാക്കാൻ പറ്റാമെന്ന് അറിഞ്ഞേ പറ്റും. അങ്ങനെ അകത്ത് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോയി അകത്ത് വന്നിരുന്നു. സാർ ഞാൻ പുതിയ ജോയിൻ ചെയ്തതാണ്. ശരി, ഓക്കെ. അങ്ങനെ വി പറഞ്ഞു എനിക്ക് സെക്രട്ടറി ആയിട്ട് വേണം സാർ. ഞാൻ ഫസ്റ്റ് ഇയറാണ് ജോയിൻ ചെയ്യുന്നത്. സാറില്ല സെക്രട്ടറി. അങ്ങനെ വീണ്ടും സെക്രട്ടറി വിളിച്ചായിരുന്നു. സെക്രട്ടറി ആന കേട്ടു. സെക്രട്ടറി അയ്യോ എനിക്ക് വയ്യ സാർ, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം സാർ, എൻ്റെ വൈഫ് നോക്കുകയാണ്. അങ്ങനെ വീടോടെ നാട്ടൊക്കെ വി ബസ് മാൽ ചെയ്ത് പോയിക്കോ എന്ന് പറഞ്ഞു.